ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ റെസിപ്പി നല്ലൊരു റൊട്ടിയാണ്. നമുക്ക് അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൊട്ടിയുടെ റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണേ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തരിയാണ്, റവയാണ്. ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് റവയാണെങ്കിൽ 1 കപ്പ് തൈര് കറക്റ്റായിരിക്കും. പിന്നെ വേണ്ടത് വെള്ളമാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കുതിർക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റോളമായി ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് സോക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചും കൂടി ലൂസ് വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പരത്തി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവാൻ. ഓരോന്നായിട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.